ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലത്തെ ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ 2:30ക്ക് ഞാനിവിടെ തകൃതിയായിട്ട് കറി ഉണ്ടാക്കുകയാണ്. കറിയല്ല, ഒരു തോരൻ പോലെ മുതിര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതിരയാണെന്ന് ചോറിന് കേട്ടോ. മുതിര തിന്നു കഴിഞ്ഞാൽ കുതിരയുടെ ശക്തിയൊക്കെ ആവുന്നല്ലേ പറയുക. പിന്നെ പണ്ടൊക്കെ ഞങ്ങൾക്ക് രാവിലെ അമ്മ അതുപോലെ മുതിര വേവിച്ച് എന്താ പറയുക, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് കുത്തിച്ചതച്ച് അങ്ങനെ എന്തൊക്കെയോ അമ്മ ചെയ്ത് തരലുണ്ടായിരുന്നു. കടല, വൻകടല, ചെറുകടല അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ പിള്ളേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. രാവിലെ നന്ദൂനൊക്കെ ഇഷ്ടമാണ് കടലൊക്കെ ഇതുപോലെ വേവിച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ. ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പില, പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടാണ് ഞാൻ ആക്കുക. അപ്പോൾ ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മുതിര ആക്കണം, ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ട് കാച്ചാൻ. എനിക്ക് പപ്പടം അങ്ങനെ ഇഷ്ടമല്ല, അവിടെ ഞാൻ എപ്പോഴെങ്കിലും തിന്നുള്ളൂ. പിന്നെ ഞാൻ തന്നെ വെളുത്തുള്ളിയും മറ്റേ ചുവന്നുള്ളിയിൽ ചെറുത് അതൊക്കെ കുത്തി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചീന്തിട്ടുണ്ട്. പിന്നെ സവോള ഒന്നെടുത്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റി അതിലേക്ക് മുളക് കുത്തിപ്പൊടിച്ചത് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇതൊക്കെയാണ്. പിന്നെ കുഞ്ചൂസിന് കുറച്ച് കുറവുണ്ട് കേട്ടോ, ഇന്നലെ മുതൽ കുറച്ച് കുറവുണ്ട്. പിന്നെ എനിക്ക് സ്റ്റാൻഡില്ല. എനിക്ക് സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പപ്പട് വാങ്ങി തന്ന ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും വേറെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചുകൂടി നന്നാവാറുണ്ട്. അപ്പോൾ അതെപ്പോഴാണ് കിട്ടാമെന്നുള്ളൊരു ഇതിൽ നോക്കിയിരിക്കുകയാണ് ഞാൻ. കിട്ടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ് ഇതിങ്ങനെ എടുക്കാനായിട്ട്. പിന്നെ കുഞ്ചൂസ് വന്നിട്ടില്ല. കുഞ്ചൂസിന് 3:15 വരെ എക്സാം ഉണ്ട്. നന്ദു വന്നു. നന്ദുവിന് ഇന്ന് ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, കെമിസ്ട്രി ആയിരുന്നു. നാളെ രണ്ടാൾക്കും ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ നാളെ എനിക്ക് സ്കൂൾ കൂട്ടുക. പിന്നെ നന്ദു വന്ന് കുളിച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ തിന്നാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചോറായിട്ട് ഞങ്ങൾക്ക് ചോറ് കഴിക്കണം. പിന്നെ ഞാൻ ഓർത്തു നേരം വൈകിട്ട് ഇനി ഒരു ചോറ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഞാനും അതും കൂടി കഴിച്ചാലെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു നല്ല സുഖമല്ലേ. ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, പഴംപൊരിയൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ആൻറ്റിനായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ മുതിര ഓൾറെഡി വെള്ളത്തിലിട്ടിച്ചിട്ടാണ് പോയത്. അപ്പോൾ വേഗം വന്നിട്ട് വേഗം മുതിരയാക്കി. പിന്നെ എനിക്കൊന്നും എന്തും കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളപ്പിച്ച് ഊറ്റിയെടുത്തു. പിന്നെ രാത്രിക്കുള്ള ചോറ് ഞാൻ ചാക്സിലാക്കി വെച്ചിട്ടുണ്ട്. അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുഞ്ചുവിനെ വിളിക്കാൻ പോണ സമയത്ത് വാർത്തി വെച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് രാത്രി കഴിക്കാനായല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിയില്ല. പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അങ്ങോട്ട് കഴിയും. പിന്നെ ഹോട്ടൽ ഫുഡ് ഞങ്ങൾ രാവിലത്തൊക്കെ വാങ്ങാറുണ്ടെങ്കിലും ഉച്ചയ്ക്കും രാത്രിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ മജീദ്ക്കാടെ സ്പെഷ്യൽ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഫുഡ് ഇങ്ങനെ എപ്പോഴും പുറത്തത്തെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. ചോറും കറിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഡിസംബർ മാസം അയ്യോ തണുപ്പാണ്, ഒരു രക്ഷയില്ല. രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ പോകുമ്പോൾ ഞാൻ ഓവർകോട്ട് ഇടാൻ മറന്നു. അപ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് തണുപ്പ്. അയ്യോ തണുപ്പ് എനിക്ക് എന്താ, ഞാൻ തിരിച്ച് വന്നിട്ട് എടുക്കാനൊന്നും പറ്റില്ല. കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ മറക്കാണ്ട് ഓവർകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. പിന്നെ അത് കാരണം കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അതെ തൊപ്പി അത് കഴുകിയിരുന്നു. എനിക്ക് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വന്നപ്പോൾ അങ്ങനെ വെച്ച് പോയതാ. പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. നന്ദുവിനെയും കുഞ്ചൂസിനെയും സ്കൂളിലാക്കിയിട്ട് ഞാൻ അതിലേ വണ്ടി എടുത്ത് ഓടാൻ പോയി. ഇപ്പോൾ വൈകുന്നേരം ഇന്നലൊക്കെ പറ്റ പോക്കായിരുന്നു, പണി മോശമായിരുന്നു. ഇന്നലെ ഞാൻ ചെന്നിട്ടൊക്കെ ലൈനിൽ എല്ലാ വണ്ടികളും കെടുക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഓരോ വണ്ടിയും നീങ്ങി പോണത്. മുന്നിലത്തെ വണ്ടി പോയാലല്ലേ നമുക്ക് എടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പണി ഭയങ്കര പോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും പകൽ കുറച്ച് നേരം വണ്ടി എടുക്കാം. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ മേടിക്കാണ്ട് നാളത്തേക്ക്. അപ്പോൾ എന്തായാലും ഇത്തിരി നേരത്തെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇന്ന് രാവിലെ കുറച്ച് നേരം ഓടാനൊക്കെ പോയി. പക്ഷേ നന്ദുവിന് 11:45 വരെ പരീക്ഷ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഒരു 12:30 ആയി കൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോന്നു.
അതുവരെയുള്ള കുറച്ച് കുഞ്ഞു ഓട്ടങ്ങൾ ഫുള്ള് 30 രൂപയുടെ ഓട്ടം കിട്ടിയത്, കുറച്ച് എന്നാലും അതെങ്കിൽ അതായല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ ദേ അങ്ങനെ തന്നെ ആൻറ്റിയുടെ വീട്ടിൽ പോയി പറഞ്ഞില്ലേ, ചായ കുടിച്ചു, അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം എല്ലാവർക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അവർക്കും കൂടി ഇഷ്ടമുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തില്ല. ആൻറ്റിക്ക് കുഴപ്പമില്ല, പക്ഷേ ആൻറ്റി അന്നേരം നല്ല ഡ്രസ്സൊന്നുമല്ല, നമ്മൾ നല്ലവണ്ണം ആൻറ്റി വീട്ടിലിടുന്ന ഡ്രസ്സ് എന്തെങ്കിലും കൂറ വേഷം എന്ന് വെച്ചാൽ മോശമല്ല ഞാൻ പറയണത്. ഇപ്പോൾ വീട്ടു ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടുന്ന്. പിന്നെ ഞാൻ നന്ദു വീട്ടിൽ വന്നു. നന്ദു പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ, ജിക്കി. അപ്പോൾ ജിക്കിനിട്ടൊക്കെ കുറേ കളിച്ചിട്ട് മേലൊക്കെ ഫുള്ള് രോമയായിരുന്നു, പാൻറ്റ് മേലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു വേഗം വന്നപാടെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം കിണറിൽ നിന്ന് മുക്കിക്കൊണ്ട് വെച്ചുട്ടാ. നമുക്ക് രാവിലത്തെ ചായക്ക് വേണ്ട വെള്ളമൊക്കെ ഇവിടെ തലേദിവസം കൊണ്ട് വെക്കലാണ്. അപ്പോൾ അവനെനിക്ക് വെള്ളമൊക്കെ നിറച്ച് തന്നു, കുടിക്കാനുള്ള വെള്ളം കൊണ്ട് വെച്ചു. പിന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു, ചോറ് ഞങ്ങൾക്ക് തിളപ്പിച്ച് ഊറ്റി ജാക്സൽക്കുള്ളാക്കി. പിന്നെ മുതിരയ്ക്കുള്ളത് അടുപ്പത്ത് കാച്ചിങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. പിന്നെ തന്നെ മുതിര കയറി വരാം കേട്ടോ. മുതിര ആക്കിയിട്ടുണ്ട്, മുതിര റെഡി കേട്ടോ. ആയി. അപ്പോൾ ഞാൻ എന്താ ചോറ് കഴിക്കാൻ പോകട്ടോ. ഞാൻ മുതിരത്തോരനും പിന്നെ അതുപോലെ ഇന്നലത്തെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ. പപ്പടം ഞാൻ എടുക്കണില്ല, അച്ചാറും ഞാൻ എടുക്കണില്ല. മുതിര മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം അതും ചൂടുണ്ട് ചോറും ചൂടുണ്ട്. സമയം 2:50 ആയിട്ടുണ്ട്. അപ്പം ഇനി സമയം കളയാതെ ഫുഡ് കഴിക്കട്ടെ. അവന് പിന്നെ ഇന്നലെ ഞാൻ പിന്നെ എല്ലാതും സ്കൂളിൽ കൊണ്ട് എടുത്തുട്ടോ ഉച്ചയ്ക്ക്. ഇന്നിപ്പോൾ എനിക്ക് വിട്ടുപോയി, അവനെടുത്തുമില്ല. പിന്നെ അതല്ല, ഒരു 4 ദിവസം അടുപ്പിച്ച് ഞാൻ കഞ്ഞിയാണ് കൊടുത്തിരുന്നത്, നെല്ലുത്തരയുടെ കഞ്ഞി. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കലായിരുന്നു. എനിക്ക് കഞ്ഞി കുടിച്ചിട്ട് വിശപ്പ് മാറാനൊന്നുമില്ല. പിന്നെ എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് കഞ്ഞി കുടിച്ച് മടുത്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളിവിടെ നിന്നല്ല ഭക്ഷണം അവന് കൊടുക്കലുണ്ട്, ഞങ്ങൾ കഴിക്കണമൊക്കെ വേണമെന്ന് ചോദിക്കലുണ്ട്. പക്ഷെ പുള്ളി വേണ്ടാന്ന് പറയും, കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു, നിങ്ങൾ കഴിച്ചുകൂടായിരുന്നോ, ഞങ്ങൾ തരാണ്ടല്ലോ, തിന്നാഞ്ഞിട്ടല്ലേ. പിന്നെ കഞ്ഞിയും കൂടിയും കുടിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ അവന് മരുന്ന് കഴിക്കാനുണ്ട്, കഞ്ഞി കുടിച്ചിട്ട് വേണമല്ലോ മരുന്ന് കഴിക്കാൻ. കഞ്ഞിയോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, പക്ഷെ വേറെ എന്തെങ്കിലും കഴിച്ചാൽ അവനൊക്കെ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നെല്ലുത്തരിയുടെ കഞ്ഞി, ചെറിയ തരിയുള്ള കഞ്ഞി അരി കിട്ടും, നെല്ലുത്തരി പൊടി. അപ്പോൾ അത് വാങ്ങിയിട്ട് ഞാൻ കഞ്ഞി ആക്കി കൊടുക്കലായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് കുറവുണ്ട്, മറ്റേ നിർത്താണ്ടുള്ള ചുമയായിരുന്നു കേട്ടോ. ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ കുറച്ച് കുറവുണ്ട്. അവനും പറഞ്ഞു കുറച്ച് കുറവുണ്ടെന്ന്. അപ്പോൾ അവനൊരു 3:15 അവന് 3:15 വിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് 3:30 ആയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെന്താ, ഇതിനിപ്പോൾ ഇവിടെ നിറച്ച് വണ്ടികളതിനെ കൊണ്ട് ഭയങ്കര ടാസ്ക്കാണ് ഓട്ടം. പക്ഷെ കുഴപ്പമില്ല, ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും പണി ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ വാഴത്തോട്ടമൊക്കെ കണ്ട് കുറച്ചായില്ലേ, വാഴത്തോട്ടം വാഴക്കുള്ള പഴം കണ്ടിട്ട്. പപ്പായ മരത്തും വന്ന് കുറേ പപ്പായ അവർ പറിച്ചു, ഫുള്ള് കാലിയില്ല, 3-4 ഉണ്ടാവുമില്ല കണ്ട. ഇത് ശരിക്കും ഭയങ്കര വലിപ്പമുള്ള പപ്പായ കേട്ടോ. പക്ഷെ പഴുത്താൽ മാത്രമേ ഇത് തിന്നുമ്പോൾ ഒരു മധുരിപ്പുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ ഷീറ്റ് കെട്ടിയിട്ടില്ല കേട്ടോ, ഷീറ്റ് കെട്ടിയില്ല കേട്ടോ. ഫുള്ള് പൂച്ച കയറിയിട്ട് പൂച്ചയും മക്കളും ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന കളിയാണ്, അവരെ ഗ്രൗണ്ടാണത് ഫുള്ള്. കണ്ടോ മഴ പെയ്ത വെള്ളം അങ്ങനെ അങ്ങോട്ടാവും. പിന്നെ എൻ്റെ വണ്ടിയുടെ ഷീറ്റ് കയറിയിട്ടാ, എനിക്ക് സങ്കടമായിട്ട് വയ്യ. ഇതാ വേണ്ട ഈ ഒരു പീസ്
കഷ്ടമായിപ്പോൾ എനിക്ക് സങ്കടമായിട്ട് വയ്യ. പക്ഷെ പറ്റിപ്പോയില്ല, എന്താ ചെയ്യാ. ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യാട്ടാ. അപ്പോൾ ഞാൻ ഓർത്ത് എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് കണ്ണടച്ച് ഉറങ്ങാൻ. കണ്ണടയ്ക്കാതെ ഉറങ്ങുമല്ലേ പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഒരു 10-15 മിനിറ്റ് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനെ ഉറങ്ങലുണ്ട് ഞാൻ. ഒരു 15 മിനിറ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആ ക്ഷീണം പോവും, ഉറക്കം പോകും കണ്ണീന്ന്. അപ്പം അങ്ങനെ ഈ സ്ഥലം നോക്കി നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആ റൗണ്ടില്ലേ അവിടെ ഇങ്ങനെ തിരിച്ച് നിർത്തുമ്പോൾ അവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് അങ്ങനെ സൈഡല്ലേ നോക്കുക, നമ്മളിപ്പോൾ മേലേക്ക് തട്ടുന്നുള്ള അറിയില്ലല്ലോ. സൈഡ് ഇങ്ങനെ മിററിൽ ഇങ്ങനെ നോക്കി എടുത്ത് പിന്നെ വന്നു കൊടുക്കുമ്പോഴത്തേക്കും കറുള്ള ശബ്ദം. അപ്പോൾ ഞാൻ വണ്ടി മുന്നോട്ട് നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ സൈഡും നോക്കുമ്പോൾ സൈഡൊന്നും തട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും അതേപോലെ തന്നെ നേരെ ബാക്കോട്ട് എടുത്തു. അപ്പോൾ വീണ്ടും ആ ശബ്ദം. അപ്പോൾ ഞാൻ പിന്നെ എന്താക്കിയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വീണ്ടും ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അങ്ങനെ വെറുതെ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഉണ്ട് കീറിക്കഴിഞ്ഞു. എന്താക്കാനാ, സങ്കടമായിട്ട് വയ്യ. അത് നന്നാക്കിയിട്ടില്ല ഏട്ടാ, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ താഴ്ചയൊക്കെ കണ്ണിലുണ്ട്. പക്ഷേ വൈകിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലേറ്റായി കഴിഞ്ഞാൽ ഓട്ടം ഭയങ്കര കമ്മിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം 4 മണി 3:47 ആയിട്ടുണ്ട്. 4 മണി 4:15 ആ ഒരു ടൈമായും കൊണ്ട് ഇറങ്ങണം. ഫ്ലാസ്ക് അവിടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കുക. കാരണം ഇന്ന് ഞാൻ രാവിലെ പോയല്ലോ, രാവിലെ ഞാൻ വണ്ടി എടുത്ത് തന്നാൽ പോയി. അപ്പം ഫ്ലാസ്ക് ഞാൻ തേന വെള്ളം ഇങ്ങനെ കഴുകുമ്പോൾ നല്ല സുഖമുണ്ട് കണ്ട 3 ആളിരിക്കുന്നത്. അപ്പോൾ ഫ്ലാസ്ക് മാത്രം ഒന്ന് ജസ്റ്റ് വേഗം കഴുകിയെടുക്കും. അപ്പോൾ ശരിക്കും സുഖമാട്ടോ, വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുതിർന്ന് കിട്ടും. അപ്പോൾ വേഗം നമുക്ക് ഒക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മുറ്റത്തുള്ള റോസാ ചെടി പൂട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ റോസാ ചെടി. ഇതാക്കണ്ട ഈ റോസ് പൂവിൻ്റെ വേണം. വേറെ ഉണ്ടായിട്ട് അത് 2 ഉണ്ടായിട്ട് അത് ഏകദേശം അത് കൊയ്യാനായിട്ടുണ്ട്. ഇതുണ്ട്, ഇവരോട് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ കിണർ, ഇവരൊക്കെ എന്നും കാണണമല്ലേ, അപ്പോൾ കണ്ടോട്ടെ വെച്ചിട്ട് ഞാൻ വേഗം ഫ്ലാസ്ക് വീഴട്ടെ, എന്നിട്ട് മെല്ലെ ഇറങ്ങാൻ നോക്കണം അവിടെ നിന്ന്. അപ്പോൾ എൻ്റെ ഫ്ലാസ്കൊക്കെ തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഞാൻ പോവുകയാണ്. സമയം 4:20 കഴിഞ്ഞു കേട്ടോ, 4:20 കഴിഞ്ഞു. കുറച്ച് പട്ടാണിക്കറിലെടുത്ത് വെച്ചിട്ട് കഴിക്കാം വെറുതെ. കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും, ഏതെങ്കിലും സ്റ്റാൻഡിൽ കുറച്ച് ടൈം, അപ്പോൾ കഴിക്കാമല്ലോ. പിന്നെ അതുപോലെ മിഠായിയൊക്കെ ഞാൻ മേടിച്ച് തിന്നാറുണ്ട്. മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായി ഞാൻ മിഠായി കഴിക്കാറുണ്ട്. പിന്നെ ഡയറി മിൽക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ടാറ്റാ.